കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളിയിലെ തിരുക്കുടുംബത്തിന്റെ ദർശന തിരുനാളിനോടനുബന്ധിച്ച് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി ജനപ്രതിനിധികളുടെയും വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പള്ളി അധികൃതരുടെയും യോഗം ചേർന്നു. മോൻസ് ജോസഫ് MLA ആണ് യോഗം വിളിച്ചു ചേർത്തത്. ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ യോഗത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം കടുത്തുരുത്തിയിലെ പൊതുസമൂഹത്തിന് തിരുനാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളില്ലാതെയും അവർക്കും തൃപ്തികരമായി ഇതിനോടെല്ലാം സഹകരിക്കാൻ കഴിയുന്ന ഒരു നല്ല അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതും നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അതിൽ ഗവൺമെൻറ്റിന് കടമയുണ്ട്, ജനപ്രതികൾക്ക് കടമയുണ്ട്, വിവിധ വകുപ്പുകൾക്ക് അക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ഇത് നാടിൻ്റെ ഒരു പൊതുവായിട്ടുള്ള തിരുനാൾ ആഘോഷം കൂടിയായിട്ടാണ്, ഇടവകയുടെ ആഘോഷമാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഉത്സവങ്ങളും അതുപോലെ തന്നെ തിരുനാളുകളും എല്ലാം നാടിൻ്റെ പൊതുവായ ചടങ്ങുകളായിട്ടൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിൽ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തതിന് അവരെല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. തുടർന്ന് വരുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതയും ശ്രദ്ധയുണ്ടാകണം. പോലീസാണ് ഏറ്റവും കൂടുതൽ സഹകരിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കേണ്ടവരാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അഡീഷണൽ പോലീസ് സ്ട്രെങ്ത് നമുക്കിവിടെ ഉറപ്പുവരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഈ അഡീഷണൽ സ്ട്രെങ്ത് ഉറപ്പാക്കുന്ന കാര്യം SP-യോടും DVSP-യോടും ഞാൻ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. തിരുനാൾ ദിവസങ്ങളിൽ വാഹന പാർക്കിംഗ് നിയന്ത്രണങ്ങളും പോലീസ് എക്സൈസ് പരിശോധനകളും നടപ്പാക്കും. ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത തിരക്കുണ്ടാകാതിരിക്കാനും പെട്രോളിങ്ങിനും മറ്റു പരിശോധനകൾക്കുമായി കൂടുതൽ പോലീസിനെ ഉപയോഗപ്പെടുത്തും. ടൗണിൽ ഉൾപ്പെടെ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കും. ലഹരി ഉപയോഗം തടയുന്നതിനും ഇത്തരക്കാരെ കണ്ടെത്തുന്നതിനുമായി പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകൾ കർശന പരിശോധനകളും നടത്തും. തിരുനാൾ ദിനങ്ങളിൽ കടുത്തുരുത്തിയിലും സമീപ പ്രദേശങ്ങളിലും വൈദ്യുതി, ജലവിതരണം എന്നിവ മുടങ്ങരുതെന്ന നിർദ്ദേശവും MLA ഉദ്യോഗസ്ഥർക്ക് നൽകി. പള്ളി റോഡിലുൾപ്പെടെ തെളിയാതെ കിടക്കുന്ന വഴിവിളക്കുകൾ തിരുനാളിനോടനുബന്ധിച്ച് തെളിക്കും. ഇതിനായി ആവശ്യമായ ക്രമീകരണങ്ങൾ നടപ്പാക്കാനും യോഗത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്ക് മോൻസ് ജോസഫ് നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ നേരിടാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ഫയർഫോഴ്സിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുനാളിനോടനുബന്ധിച്ച് ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ ITC ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ വശങ്ങളിലെ കാട് വെട്ടിത്തെളിച്ചതായി യോഗത്തിൽ പങ്കെടുത്ത PWD ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിർമ്മാണത്തിലിരിക്കുന്നതും ഫണ്ട് ലഭ്യമാക്കിയിട്ടുള്ളതുമായ മറ്റു റോഡുകളുടെ പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കാനും PWDക്ക് MLA നിർദ്ദേശം നൽകി. ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും കിണറുകൾ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷൻ നടത്തും. കൂടാതെ ശുചിത്വം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കുന്നതിനായി ഹോട്ടലുകളിൽ ഉൾപ്പെടെ പരിശോധനകൾ കർശനമാക്കും. വ്യാപാരികളുടെ നേതൃത്വത്തിൽ ടൗണിലെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാൻ സഹായിക്കും. കൂടാതെ തിരുനാളിനോടനുബന്ധിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ അലങ്കരിക്കുമെന്നും അറിയിച്ചു. താഴത്തുപള്ളി സഹവികാരി ഫാദർ ജോൺ നടുത്തണം, ജില്ലാ പഞ്ചായത്ത് അംഗം ആൻമരിയ ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ വർഗീസ്, പഞ്ചായത്ത് പ്രസിഡന്റ് റോയി ജോർജ്, ജനപ്രതിനിധികളായ ധന്യ വേണുഗോപാൽ, നോബി മുണ്ടയ്ക്കൽ, ജിൻസി എലിസബത്ത്, പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, KSEB, PWD, വാട്ടർ അതോറിറ്റി, ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ, കൈക്കാരന്മാരായ ജോസ് ജെയിംസ് നിലപ്പന, ജോർജ് ജോസഫ് പാട്ടത്തിൽ കുളങ്ങര, സണ്ണി ജോസഫ് ആദപ്പള്ളിയിൽ, പ്രസിഡന്റ് ജോൺ K. ആന്റണി കുറിച്യാപ്പറമ്പിൽ, പള്ളി കമ്മിറ്റി അംഗങ്ങൾ, തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ, ഇടവകാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന തിരുനാൾ ദിവസങ്ങളായ 16, 17, 18 തീയതികളിൽ ഏറ്റുമാനൂർ വൈക്കം റോഡിൽ ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ ITI കവല വരെയുള്ള ഭാഗങ്ങളിൽ റോഡിന്റെ വശങ്ങളിലെ വാഹന പാർക്കിങ്ങിന് നിരോധനം ഏർപ്പെടുത്തും. തിരുനാളിനോടനുബന്ധിച്ചുള്ള വാഹന പാർക്കിങ്ങിന് പുതിയ പള്ളിക്ക് സമീപം വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഭാഗത്തും പഴയ പള്ളിയുടെയും വലിയ പള്ളിയുടെ പാരിഷ് ഹാളിന് സമീപവും പുതിയ ബൈപ്പാസിന്റെ പ്രവേശന ഭാഗത്തുമെല്ലാം വാഹന പാർക്കിങ്ങിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പുതിയ പള്ളിയുടെ ചുറ്റുമുള്ള റോഡിൽ പാർക്കിംഗ് അനുവദിക്കില്ല. I4A ന്യൂസ്, ഏറ്റുമാനൂർ.